സിബിൻ ഇന്ന് മോശം ജസ്റ്റർ കാണിച്ചത്, അതായത് മിഡിൽ ഫിംഗർ ഇങ്ങനെ ഫേസിൽ വെച്ച് കാണിച്ചത്, അത് ജാൻമണിയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷവുമാണ്. ആ ഒരു സംഭവം ഉണ്ടായത്, ആ ഒരു പ്രശ്നമാണ് അതിൻ്റെ തുടക്കം. അതായത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജാൻമണീനെ അങ്ങനെ ആരോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ നോറയും ജാസ്മിനും പറഞ്ഞു അത് ആരാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കണം. എല്ലാവരും പറഞ്ഞു, നോറയും ജാസ്മിനും മാത്രമല്ല എല്ലാവരും പറഞ്ഞു ആരോ പറഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. അതിൽ നോറയും ജാസ്മിനും നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അവർക്ക് ആരാന്ന് അറിയണമായിരുന്നു അത്. സോ എനിക്ക് എന്തിനാണ് ഇങ്ങനെ നോറയും ജാസ്മിനും ഇങ്ങനെ പോണ വള്ളി പിടിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇത്ര അറിയാൻ ഇത്ര ഉത്കണ്ഠ? മേ ബി അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കും. സോ അതാണ് ഫൈറ്റിനുള്ള ഇഷ്യൂ. അപ്പോൾ സിബിനും ഋഷിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അവർക്ക് പറയാൻ സൗകര്യമില്ല, അവർ പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അവരവിടെ പറഞ്ഞിരുന്നെങ്കിൽ, അർജുൻ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അർജുനും കൂടി ക്ലിയർ ചെയ്യാനുള്ളൊരു വേദിയാവാൻ. കാരണം വെറുതെ എന്തിനാണ് ഒരു തെറ്റിദ്ധാരണ. അതായത് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴേ മനസ്സിലായത് അർജുൻ എനിക്ക് തോന്നുന്നില്ല അത് അറിഞ്ഞുകൊണ്ട് വിളിച്ചാന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജാൻമണിയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി ആവാൻ. എന്തിനാണ് ഇത്രയും തെറ്റിദ്ധാരണകൾ നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്, അല്ലേ? സോ പറഞ്ഞിരുന്നെങ്കിൽ നന്നായാനേ, അർജുൻ അത് ക്ലിയർ ചെയ്യാനൊരു അവസരമായാനേ എന്നായിരുന്നു എനിക്ക് തോന്നിയത്. സോ അത് കഴിഞ്ഞിട്ട് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ സിബിനും കൂടി നല്ല വഴക്കായിരുന്നു അവിടെ. സിബിനൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. മീറ്റിംഗ് സോഫയിൽ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ സോഫയിൽ വന്നിരിക്കാൻ നേരത്ത് സിബിനും ജാസ്മിനും കൂടി നല്ല വഴക്കാണ് നടക്കുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സിബിനെ ജാസ്മിൻ പറഞ്ഞു ദേ വേസ്റ്റ് ചിലക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ ഈ സോഫയിൽ നല്ല ഹാർഡായിട്ട് നന്നായിട്ട് പഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ സിബിൻ ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ മിഡിൽ ഫിംഗർ ആ ജസ്റ്റർ കാണിക്കുന്നത്. അപ്പോഴാണ് ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നത് താൻ എന്ത് വൃത്തിയേടാ കാണിക്കുന്നത്, ഇങ്ങനത്തെ നാഷണൽ ടെലിവിഷനിൽ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനത്തെ വൃത്തിയേടാണോ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ സിബിൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സിബിൻ ആദ്യം അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല, അതൊരു സത്യമായിരുന്നു. പക്ഷേ അവിടെ അഭിഷേക് ജയദീപ്, ജാസ്മിൻ ചോദിച്ചു നീ ഇത് കണ്ടില്ലേന്ന് അഭിഷേക് ജയദീപിൻ്റെ അടുത്ത് ചോദിച്ചു. അഭിഷേക് ജയദീപ് പറഞ്ഞു ഞാനത് കണ്ടു, അത് മോശമെന്ന് പറഞ്ഞു. സോ അതേ പിന്നെയാണ് സിബിൻ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് സിബിൻ വന്ന് മാപ്പ് പറഞ്ഞു അവിടെ ഇരുന്നിട്ട് ഞാൻ പ്രഷർ കൂടിയപ്പോൾ ചെയ്തു പോയതാണ്, അപ്പോൾ എല്ലാവരോടും മാപ്പ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനോട് മാപ്പ് ചോദിച്ചു. പക്ഷേ ജാസ്മിൻ ആ മാപ്പ് കേൾക്കാൻ, ആ സോറി കേൾക്കാൻ അവിടെ ഇരുന്നില്ല. ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂം ഏരിയയിലോട്ട് പോയി. ജാസ്മിൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടും മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാപ്പ് പറയണേ എന്നാണ് ജാസ്മിൻ അവിടെ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ട് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാസ്മിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജാസ്മിനോട് അത്രത്തോളം മോശം വാക്കുകൾ ആ ഹൗസിൽ നിന്നവരും പോയവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സിബിൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ജാസ്മിനെ. അതായത് ജാസ്മിൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പറയാൻ നേരത്ത് ഈ ഒരു കാര്യം കാണിച്ചപ്പോഴും ജാസ്മിൻ ആ രീതിക്ക് തന്നെ എടുക്കത്തുള്ളൂ. സോ അതിൽ ജാസ്മിനെ കുറ്റം പറയാൻ സിബിൻ വലിയ മഹാമനസ്കനായിട്ട് മാപ്പ് പറഞ്ഞു. ജാസ്മിന അത് അക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. നമുക്ക് ഓരോരുത്തരും നേരത്തെ ചെയ്തതിൻ്റെ ഗുണം വെച്ചിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിബിൻ നേരത്തെ അങ്ങനെയായിരുന്നു ജാസ്മിനോട് പെരുമാറിയത്. സോ അതായിരിക്കും ജാസ്മിൻ്റെ മനസ്സിൽ. പക്ഷേ ഇവിടെ സിബിൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തൊക്കെ ചെയ്താലും സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെ. ഇപ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല കിട്ടുമെന്ന് പറയുന്നുണ്ട്. ബിബി വാർണിംഗും കൊടുത്തിട്ടുണ്ട് സിബിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയിവിടെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് സിബിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പറയും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. സോ ലാലേട്ടൻ വാർണിംഗ് കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അതായത് യെല്ലോ കാർഡ് കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് യെല്ലോ കാർഡ് കൊടുക്കാൻ ഒരു 50-50 ചാൻസ് ആണ്. പക്ഷേ എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് സിബിൻ ഈ ആഴ്ച നല്ലത് കിട്ടും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. കാരണം മോശം വാക്കുകൾ പറഞ്ഞ ഗബ്രീനെയും ജിൻഡോനെയും ഒരു പ്രാവശ്യം പുറത്താക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് ലാലേട്ടൻ. പിന്നെ അഭിഷേകിനൊക്കെ യെല്ലോ കാർഡ് കിട്ടിയായിരുന്നു. സോ സിബിനും കിട്ടിയ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷേ 50-50 ചാൻസ് ആണ്, കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എണ്ണയിലിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം സിബിൻ ഇന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിൻ്റെ കയ്യിൽ നിന്ന് പോയത് ആരുടെ ഗുണമാണ്? ജാസ്മിൻ്റെ ഗുണമാണ്. അവിടെ ജാസ്മിനാണ് ഈ സംഭവത്തിൽ സ്കോർ ചെയ്തേക്കുന്നത്. ജാസ്മിൻ നല്ല പ്രവോക്കിങ് ചെയ്തു, സിബിൻ പ്രവോക്ഡ് ആയി. അപ്പോൾ ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ശരണ്യൊക്കെ ഇരുന്ന് എന്താ പറയുന്നത്? ശരണ്യ, ജാൻമണി, ജാസ്മിൻ ഇരുന്ന് പ്രവോക്ക് ചെയ്തിട്ടാണ് സിബിൻ അങ്ങനെ ചെയ്തത്.
പ്രവോക്ക് ചെയ്യും, ആരായാലും പ്രവോക്ക് ചെയ്യും. ഈ ഹൗസിൽ കളിക്കാൻ വന്നവരാണെങ്കിൽ അവർ പ്രവോക്ക് ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതായത് മോശം വാക്കുകളോ അല്ലെങ്കിൽ ആംഗ്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല. ഇതിനെ വാക്കുകൾ കൊണ്ട് നേരിടണം, സർവൈവ് ചെയ്യണം. അതിനെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ എതിരിടേണ്ടത്. സോ ആ കാര്യത്തിൽ സിബിൻ ഇന്ന് അമ്പേ പരാജയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശരണ്യ മൻസിബയൊക്കെ ഈ പുറത്തു പോയ റോക്കിനെ വരെ ന്യായീകരിച്ച ആൾക്കാരാണല്ലോ. അതായത് സിജോനെ റോക്കി അടിച്ച സമയത്ത് ഈ അൻസിബയും ഇവരൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? ശരണ്യയും എല്ലാവരും പറഞ്ഞ എന്താണെന്നറിയാമോ? സിജോ റോക്കീനെ പ്രവോക്ക് ചെയ്തുകൊണ്ടാണ് റോക്കി സിജോന അടിച്ചതെന്നാണ് പറയുന്നത്. അല്ലാതെ അവിടെ അടിച്ച അവനിട്ട് യാതൊരു കാര്യവും ഇവർ പറഞ്ഞിട്ടില്ല. ഈ അൻസിബ അടക്കം കരഞ്ഞത് ഈ റോക്കിക്ക് വേണ്ടിയായിരുന്നു. റോക്കി കൺഫെഷൻ റൂമിൽ ഇരുന്ന് കരഞ്ഞു. സിജോ പ്രവോക്ക് ചെയ്ത് കൊണ്ടാണ് റോക്കി അങ്ങനെ ചെയ്തത്. അല്ലാതെ റോക്കിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഈ പോയ സിജോക്ക് വേണ്ടി ഇവരാരും, ഈ ഹൗസിലുള്ള എല്ലാവരും ഒരു കണ്ണുനീര് പോലും ഒഴുക്കിയിട്ടൊന്നുമില്ല. അവർ തന്നെയാണ് ഇന്നത്തെ ഈ ഡബിൾ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് പറയുന്നത്. ഈ ശരണ്യൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. ഇപ്പോൾ ജാസ്മിൻ അല്ല വേറൊരു പെൺകുട്ടിക്കെതിരെയാണ് സിബിൻ ഇങ്ങനെ ചെയ്തതെങ്കിൽ ശരണ്യ പറയുമായിരുന്നോ ഇങ്ങനെ? ഇപ്പോൾ ശ്രീധുവിനെതിരെയാണ് ഇങ്ങനെ ചെയ്തത്, ശരണ്യ ഇങ്ങനെ പറയുമായിരുന്നോ? ശരണ്യം പൂജയ്ക്ക് ഈ ഒരു സ്റ്റാൻഡായിരിക്കും കൊടുത്തത്. ഇവനിപ്പോൾ ജാൻമണിക്കെതിരെയാണ് സിബിൻ കാണിച്ചതെങ്കിൽ ജാൻമണി സിബിനെ പ്രാഗി കൊന്നാനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇപ്പോൾ. പക്ഷേ ജാസ്മിന് പറ്റിയോണ്ട് എല്ലാവർക്കും ന്യായീകരിക്കാൻ ഒരു കാരണമായി. കാരണം സിബിൻ്റെ ഒരു മാനിപ്പുലേഷൻ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സിബിൻ്റെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിബിൻ്റെ കഴിവാണ്. അതായത് നമ്മളിങ്ങനെ ഭയങ്കര ക്രൂക്ക്ഡ് ഇതായിട്ടൊന്നല്ല പറയുന്നത്, അതായത് ഭയങ്കര ധാർഷ്ട്യത്തോടെ അങ്ങനെയൊന്നുമല്ല സിബിൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഭയങ്കര സ്നേഹം ഒക്കെയാണ് പറയുന്നത്. അവിടെ ആ റൂമിൽ പോയിരുന്ന് പറയണ കേട്ടു സിബിൻ ആ തെറ്റ് ചെയ്തെന്ന് സിബിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അഭിഷേക് ജയദീപ് കണ്ടില്ലെങ്കിൽ സിബിൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ ചെയ്തു എന്നൊന്നും സിബിൻ ആദ്യം പറഞ്ഞൊന്നുമില്ല. എന്നിട്ട് ആ പവർ റൂമിൽ പോയിരുന്നിട്ട് ജാസ്മിൻ ഇപ്പുറത്തെ റൂമിലിരുന്ന് അത് കേൾക്കുന്നുണ്ട്. പവർ റൂമിൽ പോയിരുന്നിട്ട് സിബിൻ പറയുകയാണ് അവളെ ഞാൻ പരിഗണിക്കില്ല, ഇനി അവൾ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഞാൻ കഴിക്കില്ല, ഇനി ഒരു ഗ്ലാസ് എനിക്ക് വെള്ളം തന്നാൽ പോലും ഞാൻ കുടിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും എന്നാണ് സിബിൻ പറയുന്നത്. അത്രയൊക്കെ ആവശ്യമുണ്ടോ സിബിൻ? ജാസ്മിൻ എന്താണ് ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തത്? സിബിനാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ആ തെറ്റ് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ സിബിനാണ് പഠിക്കേണ്ടത്. അതിന് ഇത്ര വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നും സിബിനൊന്നുമില്ല. പിന്നെ ആ ഒരു ആംഗ്യത്തിൽ, ആ ഒരു സംഭവത്തിൽ സിബിൻ്റെ പ്ലാൻ മൊത്തം പാളിപ്പോയി. അതായത് ഇപ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിൽ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാതിരുന്നത് ഗബ്രീനെയാണ്. അതായത് ഗബ്രി മോശം വേർഡ്സ് എല്ലാം പറഞ്ഞു എന്നതിൽ ഗബ്രീനെയാണ് നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നേരെ ഉൾട്ടയല്ലോ. ഇപ്പോൾ ആ പവർ റൂമിലുള്ള സിബിൻ ആ ഒരു തെറ്റ് തന്നെയല്ല, സെയിം തെറ്റ് തന്നെയല്ലേ ചെയ്തേക്കുന്നത്. ഇനി ഗബ്രീനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ജയിലിലേക്ക്. അവർ നോമിനേറ്റും ചെയ്തില്ല. അവർ അതിന് പകരം നോറേനെയാണ് നോമിനേറ്റ് ചെയ്തത്. ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യൂട്ടാ. അടുത്ത വീക്ക് എവിഷനിൽ ഡയറക്റ്റ് എന്തായാലും നോമിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് ഗബ്രി ഓർ ജാസ്മിനെയാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വെച്ചേക്കുന്നത് പവർ ടീം.